എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത്, അതുപോലെ എപ്പോഴാണ് അപേക്ഷിക്കേണ്ടത്, എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നിവയാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അടച്ച ഫീസ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമോ എന്നുള്ളതും വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു സംശയമാണ്. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ അടച്ച ഫീസ് തിരിച്ചു കിട്ടുമോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വിവിധ തരത്തിൽ ഓപ്ഷനുകൾ നൽകാൻ സാധിക്കും. അതായത് ഒന്നാമത്തേത്, നിലവിൽ നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടുള്ള സ്കൂളിൽ നിന്നും കോഴ്സ് മാത്രം മാറുന്നു, അതായത് ഒരു കോഴ്സിൽ നിന്നും വേറൊരു കോഴ്സിലേക്ക് മാറുന്നു. ഇനി രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത്, ചില വിദ്യാർത്ഥികൾക്ക് കോഴ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാൽ സ്കൂൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്ക് മാറാനായിട്ട് ആഗ്രഹിക്കും. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്കൂളും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, കോഴ്സും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി അങ്ങനെ നിങ്ങൾ ഓപ്ഷൻ വെക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു രീതിയിൽ വിവിധ തരത്തിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ നൽകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു രീതിയിൽ മാത്രം നിങ്ങൾ ഓപ്ഷൻ വെക്കുക. അപ്പോൾ ഒരു വിദ്യാർത്ഥി ചോദിച്ച പ്രധാനപ്പെട്ട സംശയമായിരുന്നു. അപ്പോൾ ആ ഒരു സംശയം നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു സംശയം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം പറയാം. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് കൊമേഴ്സിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥി ചോദിച്ച ഒരു സംശയമായിരുന്നു, എനിക്ക് മറ്റൊരു സ്കൂളിലേക്കാണ് ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു സ്കൂൾ കിട്ടാനായിട്ട് ഞാൻ ഹ്യൂമാനിറ്റീസ് വെച്ച ശേഷം പിന്നീട് സെക്കൻഡ് ട്രാൻസ്ഫറിന് ഞാൻ കൊമേഴ്സിലേക്ക് ആ ഒരു സ്കൂളിൽ തന്നെ വെക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ മാറാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഇങ്ങനെ മാറാനായിട്ട് ഒരിക്കലും ശ്രദ്ധിക്കരുത്. കാരണം എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ആദ്യത്തെ ആ ഒരു ട്രാൻസ്ഫർ എന്ന് പറയുന്നത്, ആ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടിയത് കൊമേഴ്സ് ആണ് കിട്ടിയത്. അപ്പോൾ ആ ഒരു കൊമേഴ്സിൽ നിന്ന്, ഒരു ഉദാഹരണത്തിന് എ എന്ന സ്കൂളിലാണ് കൊമേഴ്സ് കിട്ടിയതെന്ന് വിചാരിക്കുക. അപ്പോൾ എ എന്ന സ്കൂളിലാണ് കൊമേഴ്സ് കിട്ടിയത്. ആ ഒരു വിദ്യാർത്ഥിക്ക് ബി എന്ന സ്കൂളിലാണ് കൊമേഴ്സ് പഠിക്കാനായിട്ട് താല്പര്യം എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇപ്പോൾ ബി എന്ന സ്കൂളിൽ ആ ഒരു വിദ്യാർത്ഥി ഹ്യൂമാനിറ്റീസ് ആണ് ട്രാൻസ്ഫർ വെച്ചതെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെ ആ ഒരു വിദ്യാർത്ഥിക്ക് ബി എന്ന സ്കൂളിലേക്ക് ഹ്യൂമാനിറ്റീസിന് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെ വെച്ച സമയത്ത് ആ ഒരു വിദ്യാർത്ഥിക്ക് പിന്നീട് അടുത്ത സെക്കൻഡ് ട്രാൻസ്ഫർ വരുന്ന സമയത്ത് ആ ഒരു വിദ്യാർത്ഥി ബി എന്ന സ്കൂളിൽ നിന്നും അതേ സ്കൂളിലെ തന്നെ ബി എന്ന സ്കൂളിലെ തന്നെ കൊമേഴ്സിലേക്ക് ആ ഒരു വിദ്യാർത്ഥി ട്രാൻസ്ഫർ വെച്ചു എന്ന് വിചാരിക്കാം. അഥവാ ആ ഒരു വിദ്യാർത്ഥിക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി ഹ്യൂമാനിറ്റീസ് തന്നെ പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെയൊരു ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെക്കരുത്. അപ്പോൾ നിങ്ങൾ ട്രാൻസ്ഫറിന് വെക്കുന്ന സമയത്ത്, അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു വിദ്യാർത്ഥിക്ക് ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നത് കൊമേഴ്സിലേക്കാണെന്ന് വിചാരിക്കാന്നല്ല, ആ ഒരു വിദ്യാർത്ഥിക്ക് അങ്ങനെ ആണ് ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ആ ഒരു എ എന്ന സ്കൂളിൽ നിലവിൽ കൊമേഴ്സ് ആണുള്ളത്. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥിക്ക് ബി എന്ന സ്കൂളിൽ കൊമേഴ്സ് പഠിക്കാനാണ് താല്പര്യമുള്ളതെങ്കിൽ ബി എന്ന സ്കൂളിൽ കൊമേഴ്സിലേക്ക് തന്നെ ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെക്കുക. കാരണം അഥവാ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടാതിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ പിന്നീട് ആ ഒരു കോഴ്സ് തന്നെ നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ പറഞ്ഞ രീതിയിൽ ഒരിക്കലും ട്രാൻസ്ഫർ വെക്കരുത്. നിങ്ങൾക്ക് ഏത് കോഴ്സിന് ഏത് സ്കൂളിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ ഒരു രീതിയിൽ നിങ്ങൾ നേരിട്ട് മാത്രമാണ് അതായത് ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെക്കേണ്ടത്. അല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് ട്രാൻസ്ഫറിന് ഓപ്ഷൻ വെക്കരുത്. അത് നേരിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു കോഴ്സിലേക്ക്, ആ ഒരു സ്കൂളിലേക്ക് തന്നെ ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെക്കാം. അല്ലാതെ ആദ്യം എ എന്ന സ്കൂളിൽ കൊമേഴ്സ് ആണ് കിട്ടിയത്, അപ്പോൾ എനിക്ക് ബി എന്ന സ്കൂളിൽ കൊമേഴ്സ് ആണ് താല്പര്യം, എന്നാൽ ഫസ്റ്റ് ഞാൻ ഹ്യൂമാനിറ്റീസിന് കൊണ്ടുപോയിട്ട് ഓപ്ഷൻ വെക്കുന്നു, അതിനുശേഷം പിന്നീട് അടുത്ത സെക്കൻഡ് ട്രാൻസ്ഫർ വരുന്ന സമയത്ത് പിന്നീട് ആ ഒരു സ്കൂളിൽ തന്നെ കൊമേഴ്സിന് ട്രാൻസ്ഫർ വെക്കുന്നതെന്ന് വെച്ചാൽ, അഥവാ ട്രാൻസ്ഫർ കിട്ടാതിരിക്കുന്ന സാഹചര്യം വരികയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ആ ഒരു ഹ്യൂമാനിറ്റീസിൽ തന്നെ പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ട്രാൻസ്ഫറിന് വെച്ചു, എന്നാൽ നിങ്ങൾക്ക് ഇവിടെ ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് പിന്നീട് ഒരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് പോകുന്ന രീതിയിൽ, അത് ഫസ്റ്റ് ഒരു സ്കൂളിലേക്ക് മാറണം, പിന്നീട് സെക്കൻഡ് ട്രാൻസ്ഫറിന് ആ ഒരു സ്കൂളിൽ വേറൊരു കോഴ്സിന് മാറണം എന്നുള്ള രീതിയിൽ ഓപ്ഷൻ വെക്കാൻ പാടില്ല. നിങ്ങൾക്ക് എങ്ങോട്ടേക്കാണോ കറക്റ്റായിട്ട് ട്രാൻസ്ഫർ വേണ്ടത് അതിനനുസരിച്ച് മാത്രമേ ട്രാൻസ്ഫർ വെക്കാവൂ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഞാനിപ്പോൾ എ എന്ന സ്കൂളിൽ ഞാൻ ബയോളജി സയൻസാണ് എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് വിചാരിക്കാം. എനിക്ക് ബി എന്ന സ്കൂളിൽ ബയോളജി സയൻസ് പഠിക്കാനാണ് താല്പര്യമെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ ബി എന്ന സ്കൂളിൽ നേരിട്ട് തന്നെയാണ് ബയോളജി സയൻസിലേക്ക് ഞാൻ ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെക്കേണ്ടത്. അല്ലാതെ ഞാൻ ആദ്യം പോയിട്ട് ഹ്യൂമാനിറ്റീസിന് വെച്ചു, പിന്നീട് അടുത്ത സെക്കൻഡ് ട്രാൻസ്ഫറിന് ഞാൻ നേരെ പോയിട്ട് ആ ഒരു ബയോളജി സയൻസിലേക്ക് ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് അങ്ങനെ ട്രാൻസ്ഫർ കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എങ്ങോട്ടേക്കാണോ ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് മാത്രം ഓപ്ഷൻ വെക്കുക. അപ്പോൾ ഇനി ഈ ഒരു വിദ്യാർത്ഥികൾ ചോദിച്ച കാര്യമായിരുന്നു ഫീ പേയ്മെൻറ്റ് തിരിച്ച് കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു വിവിധ തരത്തിൽ നിങ്ങൾക്ക് ഓപ്ഷനുകൾ വെക്കാം. അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിൽ ഫീസ് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നത്, നിങ്ങൾ ഇപ്പോൾ നിലവിൽ അഡ്മിഷൻ നേടിയ സ്കൂളിൽ നിന്നും വേറൊരു സ്കൂളിലേക്ക് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്ന സാഹചര്യത്തിലാണ് നിങ്ങൾ അടച്ച ഫീസ് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുക. ഏതൊക്കെ ഫീസുകളാണ് തിരിച്ച് കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, PTA ഫണ്ട്, അതുപോലെ തന്നെ PTA ഡൊണേഷൻ എന്നിവയാണ് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുക. വേറൊരു ഫീസും തിരിച്ച് കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് PTA ഫണ്ടും PTA ഡൊണേഷനും തിരിച്ച് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ അഡ്മിഷൻ ഫീസ് ഇനത്തിൽ ഒരു ഫീസ് അടച്ചിട്ടുണ്ടാകും, ആ ഒരു ഫീസ് നിങ്ങൾക്ക് തിരിച്ച് കിട്ടില്ല. അത് നിങ്ങൾ, അതായത് ഈ ഒരു PTA ഫണ്ടും PTA ഡൊണേഷനും അതിൻ്റെ റെസിപ്റ്റ് കൊടുത്താൽ മാത്രമാണ് ആ ഒരു ഫീസ് കൂടി തിരിച്ച് കിട്ടുന്നത്. അതിൽ അഡ്മിഷൻ ഫീസ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അത് തിരിച്ച് കിട്ടില്ല, അത് ഗവൺമെൻറ്റിലേക്കാണ് ആ ഒരു ഫീസ് അടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ഫീസിന് പകരം നിങ്ങൾ പുതുതായിട്ട് വേറൊരു സ്കൂളിൽ കിട്ടുന്ന സാഹചര്യത്തിൽ ആ ഒരു ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റും എടുത്തുകൊണ്ട് പുതുതായിട്ട് കിട്ടിയ ആ ഒരു സ്കൂളിൽ പോയാൽ മതി. അപ്പോൾ അവിടെ നിങ്ങൾ വീണ്ടും അഡ്മിഷൻ ഫീസ് അടക്കേണ്ടതായിട്ട് വരുന്നതല്ല. ഇനി ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷിക്കും മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ട്രാൻസ്ഫറിൻ്റെ അപേക്ഷ യാതൊരു കാരണവശാലും ഡിലീറ്റ് ചെയ്യാനോ ക്യാൻസൽ ചെയ്യാനോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനോ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ വേണ്ട സ്കൂളിൽ നേരിട്ട് തന്നെ നിങ്ങൾ ഓപ്ഷനുകൾ കൊടുക്കണം. അല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് ആ ഒരു സ്കൂളിൽ പോയി പിന്നെ ആ ഒരു സ്കൂളിൽ സെക്കൻഡ് ട്രാൻസ്ഫറിന് അപേക്ഷിച്ച് ആ ഒരു കോഴ്സിലേക്ക് മാറാം എന്നുള്ള രീതിയിൽ ഓപ്ഷൻ വെക്കരുത്. കാരണം അഥവാ നിങ്ങൾക്ക്
ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടാത്ത സാഹചര്യം വരികയാണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് അതൊരു വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇഷ്ടമുള്ള കോഴ്സുകളിലേക്ക് മാത്രം നിങ്ങൾ ഓപ്ഷനെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് വേണ്ട എന്ന് വെക്കാൻ പറ്റുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ആ ഒരു സംശയമാണ്. അപ്പോൾ എനിക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ളത് ഒരു കൊമേഴ്സ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ കൊമേഴ്സ് ആണ്. അപ്പോൾ എനിക്ക് ബി എന്ന സ്കൂളിലേക്ക് മാറാനാണ് താല്പര്യം. അപ്പോൾ എനിക്കിപ്പോൾ ബി എന്ന സ്കൂളിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഹ്യൂമാനിറ്റീസിലേക്കാണ് ഞാൻ ഓപ്ഷൻ വെച്ചതെന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്കങ്ങനെ ആ ഒരു ട്രാൻസ്ഫർ കിട്ടുകയാണെങ്കിൽ ഇതെനിക്ക് വേണ്ട എന്ന് വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും പറ്റുന്നില്ല. കാരണം നിങ്ങൾക്ക് ഒരു സീറ്റിലേക്ക് മാറ്റം കിട്ടുന്ന സാഹചര്യത്തിൽ ആദ്യം കിട്ടിയ സീറ്റിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ അഡ്മിഷൻ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകും. അതായത് ഇപ്പോൾ എ എന്ന സ്കൂളിൽ നിന്നും ബി എന്ന ആ ഒരു സ്കൂളിലേക്കോ അല്ലെങ്കിൽ ബി എന്ന ഓപ്ഷനിലേക്കോ മാറുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടുന്ന സാഹചര്യത്തിൽ ആദ്യത്തെ സീറ്റ് ഇവിടെ നിങ്ങൾക്ക് നഷ്ടമാകുന്നതായിരിക്കും. പിന്നീട് പുതുതായിട്ട് കിട്ടിയ ആ ഒരു സീറ്റിലേക്ക് നിങ്ങൾ നിർബന്ധമായിട്ട് മാറേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് മാറേണ്ടതായിട്ട് വരും എന്നുള്ളതുകൊണ്ട് തന്നെ ഓപ്ഷൻ നൽകുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധയോടുകൂടി മാത്രം നിങ്ങൾ ഓപ്ഷനുകൾ കൊടുക്കുക. ഇനി വിദ്യാർത്ഥികൾക്കുള്ള പ്രധാനപ്പെട്ട സംശയമായിരിക്കും ഈ ഒരു ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ നിലവിലെ സീറ്റ് നഷ്ടപ്പെടുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ട്രാൻസ്ഫറിന് അപേക്ഷിച്ചു, എന്നാൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കിട്ടാത്ത സാഹചര്യത്തിൽ ആ ഒരു സീറ്റ് നഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. ട്രാൻസ്ഫർ കിട്ടാത്ത സാഹചര്യത്തിൽ നിങ്ങൾക്ക് നിലവിലെ സീറ്റിൽ തന്നെ തുടർന്ന് പഠിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടുകയാണെങ്കിൽ മാത്രമാണ് അവിടുത്തെ സീറ്റ് നഷ്ടമാവുകയുള്ളൂ. അതായത് ഞാൻ ജസ്റ്റ് അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്കിപ്പോൾ ഒരു സ്കൂളിൽ നിന്ന് നിങ്ങൾ മറ്റൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് ഓപ്ഷൻ വെച്ചു, അല്ലെങ്കിൽ മറ്റൊരു കോഴ്സിലേക്ക് നിങ്ങൾ ട്രാൻസ്ഫർ ആയിട്ട് വെച്ചെന്ന് വിചാരിക്കുക. ഇപ്പോൾ കോഴ്സ് അതായത് എന്ന സ്കൂളിൽ നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് ആണ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ എന്ന സ്കൂളിൽ തന്നെ ബയോളജി സയൻസിലേക്ക് ഓപ്ഷൻ വെച്ചു എന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് ഇവിടെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടുന്ന സാഹചര്യത്തിൽ പല വിദ്യാർത്ഥികളും എന്ന സ്കൂളിൽ തന്നെ ഹ്യൂമാനിറ്റീസിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് ഓപ്ഷൻ വെക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ സീറ്റ് അതായത് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതായത് നിങ്ങളുടെ ആദ്യത്തെ സീറ്റ് അവിടെ നിങ്ങൾക്ക് ഡിലീറ്റ് ആയി പോകും. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് അവിടെ ഒരു വേക്കൻസി അവിടെ വരും. അപ്പോൾ ആ ഒരു വേക്കൻസിയിലേക്ക് വേറൊരു സ്കൂളിൽ നിന്നും വിദ്യാർത്ഥി അവിടെ ഹ്യൂമാനിറ്റീസിന് ഓപ്ഷൻ വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ആ ഒരു വിദ്യാർത്ഥിക്ക് അലോട്ട്മെൻറ്റ് കൊടുക്കുകയും നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ഇങ്ങോട്ടേക്ക് മാറ്റുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ബയോളജി സയൻസ് കിട്ടും, ആ ഒരു ഹ്യൂമാനിറ്റീസ് സീറ്റിലേക്ക് വേറൊരു കുട്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും അത് വേണ്ട എന്ന് വെക്കാനോ ക്യാൻസൽ ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ സാധിക്കുന്നതല്ല. ഇനി ഇതിൻ്റെ വേക്കൻസി എങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് ചോദിച്ചാൽ വേക്കൻസി ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. നിലവിൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ കാണാം വേക്കൻസി ലിസ്റ്റ് സ്പോർട്സ് കോട്ടയുടെ കാണാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ വേക്കൻസി പരിശോധിക്കേണ്ടതായിട്ടുള്ളത്. നിങ്ങൾക്ക് ആ ഒരു വേക്കൻസി ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വേക്കൻസി ലിസ്റ്റിൽ ട്രാൻസ്ഫറിൻ്റെ അപേക്ഷ വരുന്ന സമയത്ത് വരുന്നതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ജില്ലയിലെ ഓരോ സ്കൂളിലെയും വിവിധ വേക്കൻസി കാണാൻ പറ്റും. അപ്പോൾ അതിൽ തന്നെ ഗേൾസ് സ്കൂളിനും അതുപോലെ തന്നെ ബോയ്സ് സ്കൂളിനും അതുപോലെ കോ എഡ്യൂക്കേഷൻ ഉണ്ടാവും. കോ എഡ്യൂക്കേഷൻ ആണെങ്കിൽ എല്ലാവർക്കും അപേക്ഷിക്കാം. എന്നാൽ ഗേൾസ് സ്കൂളാണെങ്കിൽ ഗേൾസിന് മാത്രവും ബോയ്സ് സ്കൂളാണെങ്കിൽ ബോയ്സിന് മാത്രമാണ് അപേക്ഷ സമർപ്പിക്കാനായിട്ട് ആ ഒരു സ്കൂളുകളിൽ ഓപ്ഷൻ നൽകാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ട്രാൻസ്ഫർ ഓപ്ഷൻ വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള ഓപ്ഷനുകൾ മാത്രമേ വെക്കാവൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇൻഡയറക്റ്റ് ആയിട്ട് ഓപ്ഷൻ വെക്കാൻ പാടില്ല. അതായത് ഇപ്പോൾ എന്ന സ്കൂളിൽ എനിക്ക് കിട്ടിയത് ഈ ഒരു കൊമേഴ്സ് ആണെന്ന് വിചാരിക്കുക. എന്ന സ്കൂളിൽ എനിക്ക് കൊമേഴ്സ് ആണ് കിട്ടിയത്. എനിക്ക് ബി എന്ന സ്കൂളിൽ എനിക്ക് കൊമേഴ്സിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ ബി എന്ന സ്കൂളിൽ നേരിട്ട് തന്നെ കൊമേഴ്സേ വെക്കാവൂ, അല്ലാതെ കൊണ്ടുപോയിട്ട് ഹ്യൂമാനിറ്റീസ് വെക്കരുത്. കാരണം അഥവാ നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് കിട്ടുകയും പിന്നീട് സെക്കൻഡ് ട്രാൻസ്ഫറിൽ നിങ്ങൾക്ക് മാറാം എന്നുള്ളൊരു ചിന്താഗതി നിങ്ങൾക്ക് ഉണ്ടാവും. എന്നാൽ ശ്രദ്ധിക്കേണ്ടത് അതിനിടയിലായിട്ട് സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റുകളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചില സമയത്ത് നിങ്ങൾക്ക് അവിടെ സീറ്റ് വരാതിരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ WGPയിൽ കുറവുണ്ടായിരിക്കുകയോ അല്ലെങ്കിൽ റാങ്കിൽ കുറവുണ്ടാവുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ അഥവാ ട്രാൻസ്ഫർ കിട്ടാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആ ഒരു ഹ്യൂമാനിറ്റീസ് തന്നെ വീണ്ടും പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് ട്രാൻസ്ഫർ കൊടുക്കരുത്. അത് നേരിട്ട് തന്നെ ആ ഒരു ട്രാൻസ്ഫറിനായിട്ടുള്ള ഓപ്ഷനുകൾ നൽകേണ്ടതാണ്. ഇനി എങ്ങനെയാണ് ഈ ഒരു ട്രാൻസ്ഫറിനായിട്ടുള്ള ഓപ്ഷനുകൾ നൽകുന്നത് എന്നുള്ള കാര്യം പറയാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ മൊബൈൽ ഫോൺ വഴി തന്നെ ഈ ഒരു ട്രാൻസ്ഫറിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് HSCAP വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫറിൻ്റെ ആപ്ലിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ SWS, കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നിവ വഴി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കും കാൻഡിഡേറ്റ് ലോഗിൻ MRS എന്നുള്ള ലിങ്ക് വഴിയും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ഒരു ട്രാൻസ്ഫറിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങൾക്ക് ആ സമയത്ത് കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും. ആദ്യം തന്നെ വേക്കൻസി നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. വേക്കൻസി ഇല്ലാത്തടത്തും അത് വേക്കൻസി 0 ഉള്ളിടത്തും നിങ്ങൾക്ക് ഓപ്ഷനുകൾ കൊടുക്കാൻ സാധിക്കും. അത് വേക്കൻസി ലിസ്റ്റിൽ 0 എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും കോഴ്സിൻ്റെ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കോഴ്സിലേക്ക് കൂടി നിങ്ങൾക്ക് ഓപ്ഷനുകൾ കൊടുക്കാം. കാരണം ഇവിടെ നിന്നും ഏതെങ്കിലും വിദ്യാർത്ഥി ട്രാൻസ്ഫർ കൊടുക്കുന്ന സാഹചര്യത്തിൽ അവിടെ വേക്കൻസി വീണ്ടും വരും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫറിനായിട്ട് ആ ഒരു രീതിയിൽ ഓപ്ഷൻ കൊടുക്കാമെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക. നിങ്ങൾക്ക് ഏത് കോട്ടയിലാണോ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്, ഏത് കോട്ടയിലാണ് നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്നത്, അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അതുപോലെ തന്നെ ജില്ലയും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ ഫോർ ട്രാൻസ്ഫർ എന്നുള്ള ലിങ്ക് കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് സെൻഡ് OTP ഓപ്ഷൻ ഉള്ള ഓപ്ഷൻ കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ എഡിറ്റ് ചെയ്യാനുള്ള പേജിലേക്ക് പോകുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ഏത് സ്കൂളിൽ ഏത് കോഴ്സിലേക്കാണോ നിങ്ങൾ ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുക. ചില സമയങ്ങളിൽ നിങ്ങളുടെ നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കും. അങ്ങനെയെങ്കിൽ ആ ഒരു സ്കൂളിലെ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഏത് കോഴ്സിലാണ് നിങ്ങൾക്ക് നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുള്ളത് എന്നുള്ള കാര്യം സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് കോഴ്സിലേക്കാണ് നിങ്ങൾ ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് നിങ്ങൾ ആ ഒരു സ്കൂളിൻ്റെ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു കോഴ്സ് ഡീറ്റെയിൽസ് വരും. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏത് കോഴ്സിലേക്കാണോ ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്ന കോഴ്സ് സെലക്ട് ചെയ്യുക. ആഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ ഓപ്ഷൻസും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി താഴെ ഓരോ ഓപ്ഷനും ആഡ് ചെയ്യുന്ന സമയത്ത് അത് ലിസ്റ്റഡ് ആയിട്ട് വരുന്നതാണ്. നിങ്ങൾക്ക് സീരിയൽ നമ്പർ 1, 2, 3 എന്ന് പറയുന്നു. അതുപോലെ തന്നെ സ്കൂൾ, അതുപോലെ തന്നെ കോഴ്സ് കോമ്പിനേഷൻ, അതുപോലെ തന്നെ അവിടെ
ഡിലീറ്റ് അതുപോലെ തന്നെ എഡിറ്റ് ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻ വേണ്ടെങ്കിൽ അതിന് നേരെയുള്ള ഡിലീറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിന് ശേഷം നിങ്ങൾ നൽകിയിട്ടുള്ള എല്ലാവിധ ഓപ്ഷൻസും നിങ്ങൾക്ക് വേണ്ടത് തന്നെയല്ലേ എന്നുള്ളത് ഉറപ്പുവരുത്തുക. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട സംശയമായിരുന്നു, ഒരു സ്കൂളിൽ നിന്ന് എനിക്ക് മറ്റൊരു കോഴ്സുകളിലേക്കോ അല്ലെങ്കിൽ ഒന്നിലധികം കോഴ്സുകളിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് ഓപ്ഷൻ വെക്കാൻ പറ്റുമോ എന്നുള്ളത്. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ എന്ന സ്കൂളിൽ എനിക്ക് ഹ്യൂമാനിറ്റീസ് ആണ് കിട്ടിയത്. എനിക്ക് ബയോളജി സയൻസോ കമ്പ്യൂട്ടർ സയൻസിലേക്കാണ് മാറ്റം വേണ്ടതെങ്കിൽ ഞാൻ എന്ന സ്കൂളിലെ കമ്പ്യൂട്ടർ സയൻസിലേക്ക് ഞാൻ ഓപ്ഷൻ വെക്കുന്നു. അതിനുശേഷം പിന്നീട് അടുത്ത ഓപ്ഷനായിട്ട് എന്ന സ്കൂളിൽ ഹ്യൂമാനിറ്റീസ് തന്നെയാണ് ആദ്യം കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന സ്കൂളിലെ തന്നെ ബയോളജി സയൻസിലേക്ക് ഞാൻ ഓപ്ഷൻ വെക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഒരു സ്കൂളിൽ നിന്ന് ആ സ്കൂളിലെ ഒന്നിലധികം കോഴ്സുകളിലേക്ക് ഓപ്ഷൻ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കോ അല്ലെങ്കിൽ ഒന്നിലധികം മറ്റൊരു കോഴ്സുകളിലേക്കോ നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്ഷൻ വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ നൽകുന്ന ഓപ്ഷൻസ് മാറിപ്പോയിട്ടില്ല എന്നുള്ളതും നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് തന്നെയാണ് ഓപ്ഷൻ കൊടുത്തത് എന്നുള്ളതും കൃത്യമായിട്ട് ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ഓപ്ഷൻസ് ഒക്കെ കൊടുത്ത ശേഷം പിന്നീട് അത് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പിന്നീട് ഡിക്ലറേഷൻ ബട്ടൺ ഉണ്ടാവും. അപ്പോൾ ഡിക്ലറേഷൻ എന്ന് പറയുന്ന ഒരു ചെക്ക് ബോക്സ് ആണ്. അത് നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് കിട്ടിക്കാൻ ഐ എന്ന് പറയുന്നത് നിങ്ങളുടെ പാരന്റിന്റെ പേരാണ് ഉണ്ടാവുക. അപ്പോൾ ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് മാറുമെന്നും ട്രാൻസ്ഫർ കിട്ടിയാൽ ആദ്യം കിട്ടിയ സീറ്റ് പോകുമെന്ന് അറിയാമെന്നും എന്നായിരിക്കും അതിൽ മലയാളമല്ല ഇംഗ്ലീഷിലാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അത് വായിച്ച് നോക്കുക. അതിനുശേഷം നിങ്ങൾ കൺഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യും മുമ്പായിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്ന ഓപ്ഷൻ തന്നെയല്ലേ നൽകിയിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക. അതിനുശേഷം എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ അതിന് നേരെയുള്ള എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഒന്നും എഡിറ്റ് ചെയ്യാനില്ല, ആവശ്യമുള്ള ഓപ്ഷനുകളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് കൺഫേം ആണെങ്കിൽ ഇനി എഡിറ്റ് ഒന്നും ചെയ്യേണ്ടതില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് കൺഫേം ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കൺഫേം ചെയ്യും മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ടത്, കൺഫർമേഷൻ ചെയ്താൽ പിന്നീട് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നൽകിയ ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ അത് ക്യാൻസൽ ചെയ്യാനും പറ്റില്ല. അതുപോലെ തന്നെ ട്രാൻസ്ഫർ കിട്ടുകയാണെങ്കിൽ കിട്ടിയ ആ ഒരു സീറ്റിലേക്ക് പോവേണ്ടതായിട്ട് വരുന്നതും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങൾ കൺഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ഒന്നും പിന്നീട് പുതുതായിട്ട് ഓപ്ഷൻ ആഡ് ചെയ്യാനില്ല, എഡിറ്റ് ഒന്നും ചെയ്യാനില്ല. അതുപോലെ നൽകിയ ഓപ്ഷൻ ഏതും ഡിലീറ്റ് ചെയ്യാനൊന്നുമില്ല എന്നാണെങ്കിൽ കൺഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്തതിനാണ് കൺഫർമേഷൻ ബട്ടൺ ആക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ അതിനുശേഷം അതിൽ ക്ലിക്ക് ചെയ്ത് കൺഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇതോടെ നിങ്ങൾക്ക് ഒരു ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ്റെ പ്രിന്റ് ഔട്ട് കിട്ടും. അത് നിങ്ങൾ കൃത്യമായിട്ട് അത് പ്രിന്റ് എടുത്ത് സൂക്ഷിച്ച് വയ്ക്കുക. അത് നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതി, സ്കൂളിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം ട്രാൻസ്ഫർ അലോട്ട്മെന്റ് റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡും ജില്ലയും കൊടുത്ത് ലോഗിൻ ചെയ്യുക. നോക്കുന്ന സമയത്ത് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ എന്നാണെങ്കിൽ ട്രാൻസ്ഫർ കിട്ടിയെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ സോറി യു ഹാവ് നോട്ട് ട്രാൻസ്ഫർ എന്നാണെങ്കിൽ ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കാം. കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും വേണമെങ്കിൽ സെക്കൻഡ് ട്രാൻസ്ഫറിന് വീണ്ടും അപേക്ഷിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫർ അലോട്ട് റിസൾട്ട് എന്നുള്ള ലിങ്ക് കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വ്യൂ അലോട്ട്മെന്റ് ലെറ്റർ എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അലോട്ട്മെന്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ലെങ്കിലും കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അവിടെ റാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാകും. നിങ്ങൾ ഓപ്ഷൻ വെച്ച ആ ഒരു സ്കൂളുകളിൽ നിങ്ങളുടെ റാങ്ക് എത്രയാണെന്ന് കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഇനി വിദ്യാർത്ഥികൾക്ക് അഡ്മിഷനാണ്. അഡ്മിഷൻ്റെ കാര്യം പറയാം. അഡ്മിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള ആ ഒരു സെയിം സ്കൂൾ തന്നെ, ഇപ്പോൾ എനിക്ക് ഹ്യൂമാനിറ്റീസ് ആണ് കിട്ടിയത് ആദ്യം, പിന്നീട് ഞാൻ കൊമേഴ്സിലേക്ക് ഓപ്ഷൻ വെച്ചു. അപ്പോൾ എനിക്കങ്ങനെ ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഒരു കോഴ്സ് മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് എക്സ്ട്രാ വല്ല ഫീസും ഉണ്ടെങ്കിൽ അത് അടച്ച് അവിടെ ആ ഒരു സീറ്റ് കൺഫേം ചെയ്താൽ മതി. ഇനി അതേസമയം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് വേറൊരു സ്കൂളിലേക്കാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ എന്ന സ്കൂളിൽ എനിക്ക് ബി എന്ന സ്കൂളിൽ ഏതെങ്കിലും കോഴ്സിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്, അല്ലെങ്കിൽ സെയിം കോഴ്സിൽ തന്നെയാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ ആദ്യം ഞാൻ എന്ന സ്കൂളിൽ നിന്നും എൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ എനിക്ക് തിരിച്ചു തരും. അപ്പോൾ അതൊക്കെ ഞാൻ കറക്റ്റായിട്ട് വായിച്ച ശേഷം പുതുതായിട്ട് കിട്ടിയിട്ടുള്ള ആ ഒരു സ്കൂളിൽ ഏത് കോഴ്സിനാണോ കിട്ടിയത് ആ ഒരു കോഴ്സിന് ഞാൻ പോയിട്ട് അഡ്മിഷൻ നേടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് PTA ഫണ്ട്, PTA ഡൊണേഷൻ എന്നിവ റിസീപ്റ്റ് കൊടുക്കുന്ന സമയത്ത് തിരിച്ചു തരും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിഷൻ ഫീസ് തിരിച്ചു തരില്ല. അതിന് പകരം അഡ്മിഷൻ്റെ ഫീസ് അടച്ചതിൻ്റെ റിസീപ്റ്റ് നിങ്ങൾ പുതുതായിട്ട് അഡ്മിഷൻ നേടുന്ന സ്കൂളിൽ നൽകിയാൽ മതിയാകും. ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ സോറി യു ഹാവ് നോട്ട് ട്രാൻസ്ഫർ എന്നാണെങ്കിൽ ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് അതായത് ഇപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെച്ചു, എന്നാൽ ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ ആദ്യം കിട്ടിയ ആ ഒരു സീറ്റിൽ നിങ്ങളുടെ അഡ്മിഷൻ അവിടെ തന്നെ ഉണ്ടാവും, അത് നഷ്ടമാകുന്നത് അല്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇനി വിദ്യാർത്ഥികളുടെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് ഡേറ്റ് ആണ്. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് അല്ല, അപേക്ഷിക്കേണ്ട ഡേറ്റ് ആണ്. അപേക്ഷിക്കേണ്ട ഡേറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ജൂൺ 20-ാം തീയതിയോടെയാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ അപേക്ഷ വരാനുള്ള സാധ്യത. അപ്പോൾ നിങ്ങളോടൊരു കൃത്യമായിട്ട് ഡേറ്റ് പറയാതിരിക്കാൻ കാരണം എന്ന് പറയുന്നത്, കൃത്യമായിട്ട് ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ദിവസം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ അപേക്ഷ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വെറുതെ എന്തിനാണ് ഡേറ്റ് പറയുന്നത് എന്നുള്ളത് നിങ്ങൾ പറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കൃത്യമായിട്ടൊരു നിശ്ചിത ഡേറ്റ് പറയാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഉടൻ തന്നെ നിങ്ങളുടെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.